അസ്സലാമലൈക്കും. ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഭക്ഷണം കഴിക്കുകയാണ്. ഇതാ പൊറാട്ട മുപ്പര് തിന്നുന്ന്. മീൻ മുളകിട്ടതും മീൻ തേങ്ങ അരച്ച് വെച്ചതും ഉണ്ട്. മത്തിയാണ് കേട്ടോ. മത്തി ഇതായില്ല. ഇതെന്താ അതിലൊരു വെള്ള നിറം പോലെ അങ്ങനെ തോന്നുകയല്ലേ. അയില മുളക് തേങ്ങ അരച്ച് വെച്ചതും മത്തി മുളകിട്ടതും കേട്ടോ. ചട്ടിയിലെന്താ കറി കുറവ് എന്നറിയോ? ഉച്ചക്ക് വെച്ച കറിയാണ്. അപ്പം അതിനെക്കൊണ്ട് അത് രാത്രി അതിൻ്റെ ബാക്കി കൂട്ടാലോ വിചാരിച്ചിട്ടാട്ടോ ചട്ടിപ്പാത്രം ഇങ്ങനെ കിടക്കുന്നത്. ഒന്നും വിചാരിക്കേണ്ട ആരും. വലിയപ്പതാ മോക്ക് വാരി കൊടുക്കുകയാണ്, പൊറാട്ട വാരി കൊടുക്കുകയാണ്. വേണ്ട വേണ്ട അതിനെ തിന്നിക്കണം. തീരെ തിന്നൂല, തിന്നാൻ മടിയാണ്. വെച്ച് കുത്തിരിക്കും ഇങ്ങനെ തിന്നാണ്ട്. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖവും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പിന്നെ ഇതിൽ നല്ലോണം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതും കാര്യമൊക്കെ ഉണ്ടായിനി. ഇത് മോളതൊക്കെയാണ് ഫോണ് കണ്ടില്ല അവിടെ, അത് വെച്ചോള് കേട്ട്. ഞാനത്ര ശ്രദ്ധിച്ചില്ല. അന്നേരം കൊണ്ട് കോപ്പിറൈറ്റ് വരുമല്ലോ അത്. അതിനെക്കൊണ്ട് ഞാൻ അത് സൗണ്ടൊക്കെ പോക്കി. മക്കളൊക്കെ തിന്നതാണ്. തിന്നാലും വലിയപ്പക്ക് ഇങ്ങനെ വാരി കൊടുക്കണം. അവർക്ക് പിന്നെയും തീറ്റിക്കണം. ഒന്നിനത് അവിടെ ഓൾ തിന്ന് വന്നതാണ്. ഓളെ വീട്ടിൽ നിന്ന് തിന്ന് വന്നതാണ്. നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഓളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പോളി കറിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ കുറേ കാലമായി പൂള തിന്നിട്ട്. നമ്മൾ പൂളാന്ന് പറയും, നിങ്ങൾ പറയും എന്താണ് മരിച്ചീനി എന്നറിയില്ലേ? മരിച്ചീനി നയിക്കും പറയും. ചിലവരങ്ങനെ പറയട്ടെ. നിങ്ങളെന്നല്ല, ചില നാട്ടിലേക്ക് മരിച്ചീനി എന്നറിയും, നമ്മൾ പൂളാന്ന് അറിയും. പിന്നെ വേറെന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ആരോഗ്യ ആഫിയത്തും ആയുസ്സും ഉണ്ടായിരിക്കട്ടെ. ആരോഗ്യമുള്ള ആയുസ്സുണ്ടായിരിക്കട്ടെ. ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ. ഈ ലോകം പരലോകം എല്ലാം നന്നാക്കട്ടെ. വേറെ എന്തൊക്കെയാണ് വിശേഷം? കോപ്പിറൈറ്റ് വരും വിചാരിച്ചിട്ട് മക്കളെയൊക്കെ പോക്കി സൗണ്ട്. ഇപ്പം രണ്ടാമത് ഞാനിതിലിപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വന്നിക്കിപ്പോൾ. അല്ലാണ്ട് ഇതിലിങ്ങനെ കേൾക്കുന്ന റേഡിയോത്തൊന്നും പറയുന്നതും മോളെ കയ്യിൽ ഫോൺ വന്നു രണ്ടും ഇട്ടരും പതുക്കെ വെച്ചിട്ടുള്ളത് എങ്ങനെയോ ഇതിൽ കുടുങ്ങി ചെറുങ്ങനെ. ഞാനത് കേട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ചെവി വെക്കൂലയ്ക്കൂ. പിന്നെ ഇപ്പം ഇത് തുറന്നേരം അതിന്ന് ഞാനിപ്പോൾ കേൾക്കുന്നത് അത്. വേറെന്താണ്? അങ്ങനെയൊക്കെയാണ് വിശേഷം. സുഖമൊക്കെ തന്നെ എല്ലാവർക്കും. എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം. കാരണം ഞാനിപ്പോൾ വെച്ചുണ്ടാക്കണമെന്ന് ഇടണമെന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കണത് തിന്നണം കുടിക്കണം ഇടണേ ഉള്ളൂ. അതിനെക്കൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടണ്ട്. പിന്നെ എല്ലാവരും ഇതിൽ മീനതാട്ടോ. മീൻ കണ്ടില്ലതാ ഒരു മത്തി. ഇങ്ങനത്തെ മത്തി ഇനി തോനുണ്ടായിന് ഉച്ചക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അതാണ് ചട്ടി അധികം കാണിക്കാത്തത്. കാരണം ഉച്ചക്ക് കൂട്ടിപ്പോയി. മത്തി മുളകിട്ടതും അയില കറി വെച്ചത് ഉച്ചക്ക് ഉണ്ടായിരുന്നത്, ഉപ്പേരിയൊക്കെ. അതൊന്നും പിന്നെ വീഡിയോ പിടിച്ചിട്ടില്ല. എപ്പോഴും ഇതിങ്ങനെ പിടിക്കണ്ടല്ലോ എന്നാൽ ചില നേരം പിടിക്കില്ല. എപ്പോഴെങ്കിലും ഒന്ന് പിടിച്ചിടാലോ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ചട്ടിയെല്ലാം കാണിക്കാത്തത്. വേറെന്താണ്? ചായക്ക് ഇങ്ങനെ പൂള, എനിക്ക് പച്ച പൂള തിന്നാനാണ് ഇഷ്ടം. ഈ കറിയൊന്നും വയ്ക്കാണ്ട് അങ്ങനെ അതിങ്ങനെ തിന്നിട്ട് മധുരമുള്ള ചായയും കുടിക്കാൻ. നിങ്ങൾ തിന്നൂടിന്ന് വേഗമോ. വേറെന്താണ്? മക്കൾക്ക് ഇങ്ങനെ കൊടുത്തലിച്ച് കുത്തിരിക്കട്ടാ. മുപ്പര് തിന്നാണ്ട് ഇങ്ങനെ കുത്തിരിക്കുക, പിന്നെ മുപ്പര് തിന്നാൻ കുത്തിരിക്കുക. അങ്ങനെയൊക്കെ മക്കളെ നമ്മളെ വിശേഷം. നമ്മൾ രണ്ടാളും വർത്താനം പറഞ്ഞതൊക്കെ കുറേ ഉണ്ട്. ഇപ്പം മുപ്പര വർത്താനേ കേൾക്കുമെങ്കിലോ ഇതിൽ. അതാണ് പറയുന്നത്. വല്ലാത്തൊരു കോളായിപ്പോയി. അപ്പോൾ ഒരു തോനെ പിടിച്ചാൽ ഞാൻ അതിനും കൂടെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടേ കേൾക്കാനില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാദ്യം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചാണ് ഈ കോപ്പിറൈറ്റ് കുടുങ്ങിയാണ് എനിക്ക്.
ഇഷ്ടം പോലെ കോപ്പിറൈറ്റ് കൊടുക്കും. ഞാൻ എന്നിട്ട് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ രണ്ടാമത് എഡിറ്റ് ചെയ്തിടലാണ്. എന്നാൽ ഞാൻ പഠിക്കേണ്ട, എന്നാലും എന്നിട്ടും ഞാൻ പഠിച്ചില്ല. പിന്നെ കൊണ്ടെടുക്കണ പോണോ ഉള്ളവർ വേറെ, അത് പിന്നെ കലാകാലവും റേഡിയം വെക്കും. അത് പതുക്കെ വെച്ചാലും ആ റേഡിയത്തിൻ്റെ ഒച്ച അങ്ങോട്ടേക്ക് വരും. അങ്ങനെയൊക്കെയാണ് വിശേഷം. അങ്ങനെ മധുരമുള്ള ചായയും പൂളിയും എന്താ രസം മക്കളെ. ഇത് പിന്നെ ഞാൻ ചിലപ്പോൾ പച്ചമുളകും കടുകും ഒക്കെ ഇട്ട് ഞാനും മോളൊക്കെ വറവിടലുണ്ട് കേട്ടോ. പിന്നെ കറി കൂട്ടി തിന്നുന്നതിനെക്കൊണ്ട് ഞാൻ വേണ്ട അറിഞ്ഞാണ്. അതിന് നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ. ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് ഉള്ളി തോന്നിട്ടൊരു ചമ്മന്തി വച്ച് നമ്മളൊക്കെ കൂട്ടി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതും തൊട്ട് വെച്ച് തിന്നാൻ നല്ല രസമാണത്. അതിനൊക്കെ നടക്കും, അങ്ങനെയൊക്കെ നടക്കും. ഇൻഷാ അല്ലാഹ് എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുന്നത് നോക്കാണ്ട്, അല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് ഇപ്പം മുപ്പര് ഞാൻ വർത്താനം പറഞ്ഞ് അത് കേട്ടുകൊണ്ടാകുമ്പോൾ കേൾക്കുന്നവർക്ക് തന്നെ ഒരു ഇതാണ്. ഞാനിങ്ങനെ വളവളാന്ന് അറിയുന്നതല്ലേ ഉള്ളൂ. എന്നായിക്കോട്ടെ മക്കളെ, ഞാൻ കൂടുതലൊന്നും ഇതിൽ വർത്താനം പറഞ്ഞു വിട്ടണില്ല. അത് തോനെ ഉണ്ടായിന്, എന്നാലും ഞാനത് പെട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതിനെക്കൊണ്ട് ഞാൻ ചുരുക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബായ്.